நட்ட கரும்பே கரும்பே ஓராலாயிரமா நம்ம நட்ட கரும்பே கரும்பே ஓரடி கப்பலிலும் കപ്പനൊരുകാതെ മകനെ കടലിൽ മുക്കാതെ കപ്പച്ചട്ടി മകനെ. ഈ ഊരുകളിൽ ഓരോ അതായത് 10th ശേഷം +2 ശേഷം വീടുകളിൽ ഒതുങ്ങുന്ന ഒരു അവസ്ഥയാണ്. അടുക്കള പണി ചെയ്ത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ, വെറുതെ എന്തിനാ പഠിക്കാൻ പോകുന്നത്, പഠിച്ചിട്ട് എന്ത് കിട്ടും, അങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് മിക്ക പെൺകുട്ടികളും കേൾക്കുന്നത് തന്നെ. കുറേ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ അച്ഛൻ എന്നും പറയും, ഞങ്ങളെപ്പോലെ ആവരുത് ഞങ്ങളുടെ മക്കൾ. ഇന്നും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് LLB പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ എത്തിപ്പെടണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ട്. അതിനവരെ സഹായിക്കുന്ന പദ്ധതിയാണ് നിയമഗോത്രം. എറണാകുളം കോതമംഗലം പന്തപ്ര ഊരിലെ കൽപ്പന എന്ന പെൺകുട്ടി ഇന്ന് LLB വിദ്യാർത്ഥിയായിരിക്കുന്നതും ഈ പദ്ധതിയുടെ സഹായത്തോടെയാണ്. എൻ്റെ പേര് കൽപ്പന ശ്രീനിവാസൻ. ഞാനിപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ LLB സ്റ്റുഡൻ്റ് ആണ്. കോതമംഗലത്തെ കുട്ടമഴ പഞ്ചായത്തിലെ പന്തപ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഊരിലാണ് എൻ്റെ താമസവും. ഇപ്പോൾ എനിക്ക് LLB പഠിക്കാനുള്ള ഒരു വഴിയായിട്ട് എൻ്റെ മുന്നിൽ കടന്നു വന്നത് നിയമഗോത്രം എന്നൊരു പദ്ധതിയാണ്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് LLBയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഈ ആദിവാസി കുട്ടികളുടെ ഇടയിൽ LLB എൻട്രൻസ് കോച്ചിങ്ങിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നിയമഗോത്രം പദ്ധതി എന്ന് ഞങ്ങളോട് പറയുകയും പിന്നെ ഞങ്ങൾ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ചെല്ലുകയും ചെയ്തു. 2022-23 ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് തന്നെ. LLBക്ക് പഠിക്കണം എന്നുള്ളത് പുള്ളിക്കാരത്തിക്ക് താല്പര്യമുണ്ട്, ടീച്ചർമാർക്കും താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് നാം വിദ്യാഭ്യാസം കുറവാണല്ലോ, എനിക്കത് വലിയതായിട്ടൊന്നും അറിയില്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഊരുകളിൽ ഓരോ അതായത് 10th ശേഷം +2 ശേഷം വീടുകളിൽ ഒതുങ്ങുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ അച്ഛൻ എന്നും പറയും, ഞങ്ങളെപ്പോലെ ആവരുത് ഞങ്ങളുടെ മക്കൾ. പുള്ളിയുടെ താല്പര്യം പോലെ ഇനി താല്പര്യപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മളെ കൂടെ സഹായിച്ചു കൊടുക്കാം അച്ഛനമ്മയും. ഞങ്ങൾക്ക് എൻ്റെ ചോദിച്ചാൽ 3 പേരെയും പഠിപ്പിച്ച് എല്ലാം നല്ല രീതിയിൽ ആക്കണം. ഒരാളെ ടീച്ചറായിട്ടും ഒരാളെ ഡോക്ടറായിട്ടും ഒക്കെ പഠിക്കാനിരിക്കുക. വള്ളിയും തെള്ളിയും വെട്ടി കൂലിപ്പണി എടുത്താണ് 3 മക്കളെയും പഠിപ്പിക്കുന്നത്. അച്ഛനമ്മേനും ബുദ്ധിമുട്ട് വരാതെ എൻ്റെ മക്കളൊക്കെ ആണ് ഞങ്ങളുടെ തീരുമാനം. LLB എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വന്നത് തന്നെ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ ഞാൻ LLB എന്നുള്ളൊരു ചെറിയൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്കത് വല്ലാതൊരു ഫീൽ ചെയ്തു, ഞങ്ങളുടെ ഇടയിലും ഇതേപോലെ ഒരു അഡ്വക്കേറ്റോ മറ്റാരോ ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ചെറിയൊരു ആഗ്രഹം പണ്ട് മുതലേ നിയമഗോത്രം പദ്ധതിയും കൂടി മുന്നിൽ വന്നപ്പോൾ എനിക്ക് അതും കൂടി സഹായകരമാകുന്ന കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ പോകേണ്ടത് അഡ്വക്കേറ്റ് ആവണം എന്നുള്ളത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുസാറ്റിലെ എൻ്റെ LLB പഠനമാണ്. എനിക്കിവിടെ കുസാറ്റിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ സംസാരിക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒരു ഇടപഴകാനായാലും ഒരു കോൺഫിഡൻസ് എനിക്ക് നന്നായിട്ട് ഉണ്ടായത് ഇവിടെ എത്തിയതിന് ശേഷമാണ്. ഏതൊരു കുട്ടികളെ പോലെയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനും ജോലി നേടാനുള്ള അവകാശമുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിയമഗോത്രം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പഠിക്കുന്ന പോലെ തന്നെ നാളെയും ഒരുപാട് ട്രൈബൽ സ്റ്റുഡൻസ് LLB പഠിക്കാൻ പല യൂണിവേഴ്സിറ്റികളിലും എത്തുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈജസ് ഇൻ പേഴ്സണോ, മനസ്സിലായോ? അങ്ങനെ ഓരോ ലീഗൽ മാക്സിമം നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. ഈ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ലാംഗ്വേജ് ബാരിയറാണ്. ഇവർ മലയാളം മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു LLB എൻട്രൻസ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. അപ്പം അത് വലിയൊരു പ്രോബ്ലമായിട്ടാണ് നമുക്ക് ഫേസ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾ നല്ല എഫേർട്ട് എടുക്കുന്ന കുട്ടികളായതുകൊണ്ടാണ് നമുക്കത് ഒരു പരിധി വരെ മറികടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞത് കൃഷ്ണദാസ് എന്നൊരു ഫ്രേസ് പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു ഫ്രേസ്? A fish out of the water. It means നമ്മളിപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സറൗണ്ടിങ്ങിൽ എത്തിപ്പെടുമ്പോൾ നമ്മുടെ ആ സമയത്തൊരു ഫീലിംഗ്, നമ്മുടെ ആ കണ്ടീഷൻ, അതാണ് a fish out of the water ആ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിട്ട് അവർ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് നമുക്കും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. 5 വർഷം മുമ്പാണ് കേരള സംസ്ഥാന നിയമസഹായ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നിയമഗോത്രം എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത്.
ആദ്യം വയനാട് ലീഗൽ സർവീസ് അതോറിറ്റിയിലാണ് ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത്. പിന്നീട് പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ വളരെ സജീവമായിട്ട് നടന്നു. കഴിഞ്ഞ വർഷമാണ് ഈ പ്രോജക്റ്റിൻ്റെ ആരംഭം എറണാകുളം ജില്ലയിൽ കുറിച്ചത്. ഇത് തീർച്ചയായിട്ടും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രോജക്റ്റ് ആണെങ്കിലും ഇതിന് ട്രൈബൽ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കോളേജുകളുടെയും പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ സംരംഭം ഇത്ര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ആദ്യത്തെ കടമ്പ എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ നേരിട്ട് ചെന്ന് ട്രൈബൽ വകുപ്പിൻ്റെ സഹായത്തോടെ വിദ്യാർത്ഥികളെ നിയമപഠനത്തിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയാണ് ആദ്യം പടി ചെയ്തത്. എൻ്റെ പാഷൻ ഒരു ലോയർ ആകുക എന്നതായിരുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും ഈ വന്യജീവി ആക്രമണങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നിലകൊള്ളാനാണ് എനിക്ക് താല്പര്യം ഒരു ലോയറായാൽ. ഇവർ പഠിച്ചു മുന്നേറുകയാണ്. ഭരണഘടനയെ മുറുകെ പിടിച്ച് നീതിപീഠത്തിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ, പ്രത്യേകിച്ചും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നാളെയുടെ നിയമത്തിൻ്റെ കാവലാളുകളായി ഇവർ മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.